പുഷ്പ 2 റിലീസിനിടെയുണ്ടായ ദുരന്തത്തിൽ അല്ലു അർജുനെതിരെ കേസെടുത്തിരിക്കുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക്. ഇത്തരം ഒരു സംഭവം നിർഭാഗ്യകരമെന്ന സിനിമയുടെ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് അറിയിച്ചു. മരിച്ച രേവതിയുടെ കുടുംബത്തിന് സാധ്യമായ എന്ത് പിന്തുണയും നൽകുമെന്നും മൈത്രി അവകാശപ്പെടുന്നുണ്ട്. അല്ലു അർജുൻ ഇത്തരത്തിലൊരു കേസ് വന്ന സാഹചര്യത്തിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ്. ഇത് എങ്ങനെ നേരിടാം എന്നുള്ള കാര്യത്തിൽ അല്ലു അർജുന്റെ ടീം എന്തായാലും ഇതേക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. താരം നേരിട്ടും ഈ സംഭവത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഒന്ന്, ഈ ഭാരതീയ ന്യായ സംഹിത പ്രകാരം 105, 118, 1, 3, 5 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്നാണ് ഹൈദരാബാദ് സെൻട്രൽ സോൺ DCP ആകാംക്ഷ യാദവ് ഇന്നലെ വ്യക്തമാക്കിയത്. അദ്ദേഹം പറയുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അതോടൊപ്പം കരുതിക്കുട്ടി ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമം, ഈ 2 വകുപ്പുകൾ ആണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. സാമാന്യം നല്ല ശിക്ഷ തന്നെ ലഭിക്കുന്ന 2 വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇന്നലെ തന്നെ പോലീസ് നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നത് അല്ലു അർജുന്റെ സെക്യൂരിറ്റി ടീമോ തിയേറ്റർ മാനേജ്മെന്റോ ഈ തിയേറ്ററിൽ ഇത്തരത്തിലൊരു സന്ദർശനം നടത്തുമെന്നുള്ള കാര്യം നേരത്തെ പോലീസിനെ അറിയിച്ചിരുന്നില്ല. അവസാന നിമിഷം അത്തരത്തിലൊരു അറിയിപ്പ് വന്നപ്പോൾ പോലീസിന് സാധ്യമായ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും നടത്തിയെങ്കിലും വാഹനമടക്കം ആ റോഡിലേക്ക്, RTC ക്രോസ് റോഡിലേക്ക് കടത്തിവിടാതെ ബ്ലോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിലും ആൾക്കാരെ അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്നതായിരുന്നില്ല. വലിയ രീതിയിൽ ആൾക്കാർ തിങ്ങിക്കൂടി. അങ്ങനെയാണ് അതിനിടയിൽ ഈ സെക്യൂരിറ്റി ടീം അല്ലു അർജുന്റെ വാഹനത്തിന് അടുത്തേക്ക് കടക്കാൻ ശ്രമിച്ച ആളുകളെയൊക്കെ പിടിച്ച് തള്ളുകയും തല്ലുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഇതൊരു ലാത്തി ചാർജിലേക്ക് വഴിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത്. തുടർന്ന് തിക്കും തിരക്കും ഉണ്ടായി. അതിൽപ്പെട്ടാണ് ഈ ദിൽഷുഖ് നഗർ സ്വദേശിയായ രേവതി എന്ന് പറയുന്ന സ്ത്രീ മരിച്ചത്. അവരുടെ മകന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെങ്കിൽ കുട്ടി ഇപ്പോഴും ICUവിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം അല്ലു അർജുൻ പ്രതികരിച്ചിട്ടില്ലെങ്കിലും മൈത്രി മൂവി മേക്കേഴ്സ് പറയുന്നത് നിർഭാഗ്യകരമായ സംഭവം, എല്ലാ തരത്തിലുള്ള പിന്തുണയും ആ കുടുംബത്തിന് നൽകും. ഒന്നാമത് ഈ പടത്തിന്റെ പേരിൽ ഹൈപ്പ് കണ്ടതാണ്. പടം അത്ര നല്ല അഭിപ്രായമല്ല പൊതുവെ പബ്ലിക്കിൽ കേൾക്കുന്നത്, നല്ല നെഗറ്റീവാണ് കേൾക്കുന്നത്. ഫാൻസിൻ്റെ അകത്ത് കൂടുതലും പെയ്ഡ് ഫാൻസാണ് ഇൻഡസ്ട്രി കൂടുതലും നമ്മൾ കാണുന്നത്. 2-3 ദിവസങ്ങളിലൊക്കെ ജോലിയും കൂലിയുള്ളവർക്കൊന്നും പോക്ക് നടക്കില്ല. ഇനി പെയ്ഡായിട്ട് നമ്മുടെ നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അണികൾ, ഭക്തർ, ആരാധകർ, ഈ 3 വിഭാഗമാണ് നമ്മുടെ നാട്ടിൽ ഇന്നിപ്പം കൂടുതലായി നമ്മൾ കാണപ്പെടുന്നത്. വേറൊന്നുമല്ല, തൊഴിലില്ലായ്മയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു നടനുണ്ട്, ആ നടനൊരു രാഷ്ട്രീയമുണ്ട്, ആ നടനൊരു മതം കാണും. അതാണ് നമ്മുടെ നാടിൻ്റെ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന സിറ്റുവേഷൻ. ഇപ്പോൾ എന്നൊരു വ്യക്തി ഒരു മതത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ആ മതത്തിൽ ഒരു നടൻ കാണും. ആ എന്ന മതത്തിൻ്റെ നടനൊരു രാഷ്ട്രീയം കാണും. ആ രാഷ്ട്രീയമായിരിക്കും ഈ മതവുമായിട്ടല്ല ലിങ്ക്. മതവും രാഷ്ട്രീയവും സിനിമയൊക്കെ ലിങ്ക്ഡാണ്. തൊഴിലില്ലായ്മ മൂലം യുവാക്കൾ പ്രത്യേകിച്ച് പാലഭിഷേകം, തേനഭിഷേകം, നെയ്യഭിഷേകം അറിയാം. നമ്മുടെ നാട്ടിൽ തന്നെ എറണാകുളത്ത് തിയേറ്ററുകളിൽ കാണുന്ന ആറടത്തണ്ണൻ, പെരേര, കിംബോയ്, ഇങ്ങനെയൊക്കെ ഓരോരോ പുതിയ അണ്ണന്മാർ തൊഴിലില്ലായ്മയാണ്. രക്ഷപ്പെട്ടു പോകുന്ന യുവാക്കളെല്ലാം നാടുവിട്ട് പോവുകയാണ്. ഓസ്ട്രേലിയ, UK, കാനഡ, അയർലൻഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നും പറ്റില്ല, ഇവിടെ നാടുവിട്ട് മറ്റ് സംസ്ഥാനങ്ങളോട്ടല്ലേ പോകും. കാരണം വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം കൊറോണയ്ക്ക് ശേഷം നല്ല ടൈറ്റ്നസ്സാണ് എല്ലാവർക്കും. എല്ലാ മേഖലയും ബിസിനസ് ആണെങ്കിലും എല്ലാ മേഖലയിൽ നിൽക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മണി ഒരു വലിയ ഘടകമാണ്. ഒരു പടത്തിന് കോഴിക്കോട് നിന്നൊക്കെ പറഞ്ഞ തിയേറ്ററിൽ വന്ന് ഒരേ വേഷം കിട്ടി ഓരോ വെള്ളിയാഴ്ച ഓരോ കഥാപാത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ വന്നവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നത് മിനിമം ഇൻകം ബാലടങ്ങും ഇപ്പം അത്യാവശ്യം കിട്ടാൻ തുടങ്ങിയത്. എന്നാൽ പടത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുകയാണെങ്കിൽ 2,000, 3,000, 4,000 കിട്ടാൻ തുടങ്ങി. അലൻ ജോസ് പെരേര കഴിഞ്ഞപ്പം 2,000, 3,000, 4,000 കിട്ടാൻ തുടങ്ങിയെന്ന്. തൊഴിലില്ലായ്മ അതാണ് നാട് നേരിടുന്ന പ്രശ്നം. ഒരു ദിവസം 500 വെറുതെ നമ്മൾ 500 തരാമെന്ന് വെച്ചാൽ തരുമോ? ആരും തരത്തില്ല. ആ ഒരു കാലഘട്ടമാണ്. അപ്പം ഇങ്ങനെ എന്തെല്ലൊക്കെ തട്ട് പല വേല കഴിച്ച് ചെറിയ കൂലിപ്പണി വരുന്നുണ്ടെങ്കിൽ ഈ കടയിൽ ഷോപ്പിലൊക്കെ നിൽക്കുന്ന ചെറുപ്പക്കാരായിരിക്കും. അപ്പം ആ കൂടെ കാര്യങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം ഇപ്പം കടയിൽ നിന്ന് കിട്ടുന്ന 10,000 ഈ വട്ടച്ചിലവ് എല്ലാം കൂടി ഒരു 25-30 രൂപ ഒരു മാസം വട്ടം എത്തിക്കാൻ പറ്റും. നടൻ്റെ കൂടെ നിൽക്കുന്ന നടൻ്റെ കിട്ടുന്ന ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്തെങ്കിലുമൊക്കെ അവിടെ ഇപ്പം നടനൊരു പടം വരുന്ന സമയത്ത് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അസോസിയേഷൻ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന ഒരു പടവും ഫ്ലെക്സെല്ലാം അടിച്ചതിന് ശേഷം ബാക്കി കിട്ടുന്ന എമൗണ്ട് 2.5 ലക്ഷത്തിന് എല്ലാം ഒതുക്കി തീർക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ കിട്ടുവാണെങ്കിൽ അവർക്ക് പങ്കിട്ടെടുക്കാം. ഇപ്പോൾ രാഷ്ട്രീയം അതുപോലെ തന്നെയാണ്. പോസ്റ്റ് ഒട്ടിക്കാനും മറ്റേ കിട്ടുന്ന ഒരു എമൗണ്ട് അന്ന് ബാക്കി 1 ലക്ഷം രൂപ കൊടുത്തതിന് 50,000 രൂപ ബാക്കി 50,000 രൂപ പങ്കിട്ടെടുക്കാം. മതത്തിന്റെ അതുപോലൊക്കെ തന്നെയാണ്. ചില സമയത്ത് കൈവിട്ടു പോകും. കാരണം മദ്യപിച്ചിട്ടൊക്കെ മദ്യവും ലഹരിന്റെ ഭാഗത്തുണ്ടല്ലോ. രാവിലെ തമിഴ് പടത്തിനൊക്കെ വിജയുടെ പടത്തിന് ഞാൻ പോയപ്പോൾ രാവിലെ എല്ലാം വെള്ളമാണ്. ജനപ്പെരുപ്പം മൂലം തൊഴിലില്ലാതെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലയിൽ ഇതല്ലേ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന മേഖല. അല്ലാതെ ഇപ്പം സർക്കാർ മേഖല സെക്രട്ടേറിയറ്റിലോ കളക്ടറേറ്റിലോട്ടൊക്കെ പോയി ജോലി ചെയ്യാൻ പറ്റുമവർക്ക്. ആ അവസരങ്ങളില്ല. തൊഴിലിവിടെ ഇല്ല. പിന്നെ അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല. അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റുമോ? പിന്നെ കൃഷിപ്പണി ചെയ്യാൻ പറമ്പില്ല. പിന്നെ ഇങ്ങനെയുള്ളതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തുള്ള ഇൻഷുറൻസും ഉണ്ട്. അപ്പോൾ ആ സ്ത്രീ മരണപ്പെട്ടു. പടവും വലിയ സക്സസ് അല്ലെന്ന് കേട്ടോ. ഭയങ്കര നെഗറ്റീവാണ് പറയുന്നത്. 3.5 മണിക്കൂർ പടമുണ്ട്. അസഹനീയമാണ്, ഓവർ ആക്ടിങ് എന്നൊക്കെയാണ് ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നവർ പറയുന്നത്. ഇവരുടെ PR വർക്കിൽ കൂടെയാണ്. നമ്മൾ എന്ത് കാണണം, എങ്ങനെ കാണണം, രാവിലെ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാണണം തീരുമാനിക്കുന്ന ഒരു PR വർക്ക്. എവിടെയിരിക്കുന്ന PR വർക്കാണ് നമ്മുടെ. കാരണം അവർ മൊത്തത്തിൽ പർച്ചേസ് ചെയ്യുകയാണ്.
ഈ ആരാധകരായിട്ടും ഭക്തരായിട്ടും അണികളായിട്ടും നിൽക്കുന്നവർ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുന്നത് ഇവിടെ തൊഴിൽപ്പെടുന്നതാണ്, ഒരു തൊഴിലാണ് അവരുടെ. ഇപ്പം ഞാനിപ്പോൾ പുഷ്പയെക്കുറിച്ച് മോശം പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് അടിയിൽ വന്ന് തെറി പറയാനുള്ള, കാരണം നീയാടാ ഇത് പറയാൻ വേണ്ടി, ഞങ്ങളുടെ അണ്ണനെ കുറിച്ച് പറയാൻ വേണ്ടി, നീയാടാ ഞങ്ങളുടെ അണ്ണനെ എന്നെ തെറി പറയാൻ വേണ്ടി ഇടുന്നു വരുന്നത് വേറെ. താൻ ഈ വീഡിയോ ഇടുന്നത് പണത്തിന് വേണ്ടിയാണ്. അത് ഞാൻ ഈ വീഡിയോ ഇടുന്നത് വ്യൂസും ലൈക്സും മോണിറ്റൈസ് ചെയ്ത് പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ നുണൊന്നും പറഞ്ഞില്ല, പണിയെടുത്തിട്ടില്ലേ. ഈ വീഡിയോ ഇടുന്നത് ഈ മുറി അറേഞ്ച് ചെയ്ത് ഇതിനകത്ത് വേണ്ടതൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വീഡിയോ എഡിറ്റ് ചെയ്യണം. മിനിമം നമുക്ക് 2 മണിക്കൂറിൽ നമുക്ക് ആവശ്യം. പണിയെടുത്തിട്ട് വെറുതെ അല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.